എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇന്ന് എനിക്കൊരു 10 പേർക്ക് ചിക്കൻ കറിക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കറി തനി നാടൻ രീതിയിലായതുകൊണ്ടും തനി നാടൻ വിഭവങ്ങൾ കഴിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുവാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം തന്നെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കും ഇനിയിപ്പോൾ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അടുത്ത തവണ നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ ഓർഡറൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാനും നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ എനിക്കിന്നേ ഒരു 10 പേർക്ക് ചിക്കൻ കറിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു കറിയുടെ റെസിപ്പി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തരണേ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ അളവിലാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ബാഡ് സ്മെല്ലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ചിക്കൻ പീസുകളൊന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഒന്ന് നല്ല പോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത് ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണേ. ഇപ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചുവട് കെട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2.5 കിലോ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അളവിലുള്ള ഒരു പാത്രമാണ്. ഉരുളി ചൂടായി വന്നു കഴിഞ്ഞാൽ അരമുറി നാളികേരം തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള നാളികേരമാണ് ഞാൻ തിരുമ്മിയെടുത്തിട്ടുള്ളത്. നാളികേരം തിരുമ്മിയത് ചേർക്കാം. നാളികേരം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കാരണം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ചേരുവകളൊക്കെ ചേർക്കേണ്ടതുണ്ട്. നാളികേരത്തിലേക്ക് 3 സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ്. മുഴുവൻ മല്ലി ചേർക്കാം. മല്ലി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം കൂടി ചേർക്കാം. ഞാൻ നമ്മുടെ വീട്ടിലുള്ള 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അളവ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്പൂൺ അളവ് തന്നെ കാണിച്ചു തരുന്നത്. പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 8 ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് നല്ല ജീരകം. ഓവറായിട്ട് ചേർക്കരുത്. ഒരു നുള്ള അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഒരു 5 ഏലക്ക കൂടെ ചേർക്കാം. ഒരു ചെറിയ ജാതിപ്പൂവ്, ഒരു ചെറിയ കഷ്ണം തന്നെ മതിയാകും. കൂടുതൽ അളവിൽ ചേർക്കരുത്. വേണ്ടത് ഒരു സ്റ്റാറാണ്. ഇതിൻ്റെ ആ ഒരു കുരു നീക്കം ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് സ്റ്റാർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടെ ചേർക്കാം. ഇനി നമുക്ക് 1/4 സ്പൂൺ അളവിൽ കുരുമുളകാണ്. കുരുമുളകിൻ്റെ കൂടെ തന്നെ ഒരു 6 കാശ്മീരി മുളകും ഒരു 15 വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടുതൽ അളവിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം തന്നെ ഒന്ന് നാളികേരം വറുത്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ മുഴുവൻ മുളകൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഒന്നും കൂടെ ഗ്രേവി വേണമെങ്കിൽ 1 സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നാളികേരം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു നുള്ള് ഉലുവ കൂടെ ചേർക്കാം. കൂടുതൽ അളവിൽ ചേർക്കരുത്. ഇത്രയും തന്നെ മതിയാകും. ഈ ഒരു സമയത്തായിരിക്കണം ഉലുവ ചേർക്കേണ്ടത്. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവാനും കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ നല്ല പോലെ തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം.
മഞ്ഞൾപ്പൊടി നേരത്തെ ചേർക്കുവാണെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കാരണം ഉരുളി ആയതുകൊണ്ട് ഉരുളിക്ക് നല്ല ചൂടായിരിക്കും. പൊടികളെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാൻ താല്പര്യമാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്കിത് വറുത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കാതെ തന്നെയാണ് മസാലകൾ വറുത്തെടുത്തിട്ടുള്ളത്. ഈ മസാലകൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മസാല എല്ലാം കോരി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ കറി തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിയുടെ സ്വാദ് നല്ലതായിട്ട് കിട്ടുന്നതും. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 4 വലിയ ഉള്ളിയും ഒരു 20 ചെറിയ ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി എണ്ണയിലേക്ക് ചേർക്കാം. നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഉള്ളി എളുപ്പത്തിൽ തന്നെ വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞളവിൽ മാത്രം ഈ ഒരു സമയത്ത് ചേർത്താൽ മതിയാകും. ഉപ്പ് കുറഞ്ഞളവിൽ ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ബോൾ വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു ബോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 ബോൾ വെളുത്തുള്ളി എടുക്കേണ്ടതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ ചതച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി നല്ല പോലെ തന്നെ വീണ്ടും വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് ഒന്ന് വഴറ്റണം. ചിക്കൻ പീസുകൾ ചേർക്കാം. നമുക്ക് ഇതെല്ലാം ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഈ ഒരു സവാളയിൽ കിടന്ന് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഇനി അരപ്പും ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് വഴറ്റി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളും ഈ ഒരു ഗ്രേവിയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ കറി നല്ല ഗ്രേവിയോടുകൂടി തന്നെയാണ് ആയി കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ്. ഈ കറിയിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ കഷ്ണങ്ങൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അപ്പത്തിന് തയ്യാറാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഞാനിപ്പോൾ കഷ്ണങ്ങളിലേക്ക് മസാല പുരണ്ടിരിക്കുന്നൊരു പാകത്തിലേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനായിട്ട് ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം മൂടി വെച്ചാണ് നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിലിരുന്നു കൊണ്ട് നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ വെന്ത് കുറുകിയ പാകത്തിലേക്കായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറിയുടെ പാകം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 15 മിനിറ്റ് നേരം നമ്മൾ കറി മൂടി വെച്ച സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കറിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. നമുക്കുടൻ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇതുപോലെ ഒരു ചെറിയ തക്കാളി ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഗാർണിഷിനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ഇതുപോലൊരു കറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.